ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടിയുണ്ടാകുന്നു. ഈ പശ്ചാത്തലത്തിൽ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയും MLA-യുമായ കെ രമ വിഷ്ണു സുരേഷിനൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, കെ രമ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? വിധിയെ സ്വാഗതം ചെയ്യുന്നു, നിയമപോരാട്ടം വിജയം കണ്ടു എന്ന് പ്രതികരിക്കുന്നു. എന്താണ് കെ രമ പറയുന്നത്? വിഷ്ണു, രജിത്ത്, വളരെ മികച്ച വിധി എന്നുള്ളതാണ് കെ രമയുടെ ഏറ്റവും ആദ്യത്തെ പ്രതികരണം. കഴിഞ്ഞ 4 മാസക്കാലങ്ങളിൽ കുറെ നാളുകളായി നടത്തുന്ന നിയമ പോരാട്ടം, ആ പോരാട്ടം ഫലം കണ്ടിരിക്കുന്നു. ശക്തമായ വാദം കഴിഞ്ഞ 5 മാസം നടന്നു. ഈ പ്രതികൾക്ക് വലിയ തിരിച്ചടിയും സംഭവിച്ചിരിക്കുന്നു. CPIM നേതൃത്വത്തിന്റെ ഇടപെടൽ വളരെ വ്യക്തമാക്കുന്നതാണ് ഈ വിധി എന്നാണ് കെ രമ വ്യക്തമാക്കുന്നത്. നിലവിൽ പ്രധാനമായും പുതിയ 2 ആളുകൾ കൂടി ഈ പ്രതി ചേർക്കപ്പെടുകയും അവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു. അതിൽ കൃഷ്ണകുമാർ അന്ന് അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗമാണ്. അതിലൂടെ വ്യക്തമാക്കുന്നത് CPIM-ന്റെ ഇടപെടൽ കൃത്യമായി കൊലപാതകത്തിന് പിന്നിലുണ്ട്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയത് CPIM ആണ്. അതിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് CPIM കടന്നു. അതിലെല്ലാമുള്ള തിരിച്ചടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതെന്നാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കെ രമ 24-നൊപ്പം ശരിയാണ്. എങ്ങനെയാണ് വിധിയെ നോക്കിക്കാണുന്നത്? ഏറെ നാളായിട്ടുള്ള ഒരു നിയമ പോരാട്ടം, പ്രതികൾക്കുൾപ്പെടെ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം പുതിയ 2 പേർ കൂടി പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതെ, വളരെ നല്ല വിധിയാണ് ഇത്. കേരളത്തിലെ നീതി തേടുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു അനുഗ്രഹം കൂടിയാണ്. കാരണം പണവും അധികാരവും മാത്രമല്ല, മറിച്ച് നീതി കേൾക്കാൻ ഇവിടെ കോടതികളുണ്ട് എന്നുള്ളതും കൂടിയാണ്. ബഹുമാനപ്പെട്ട കോടതിയോടുള്ള വിശ്വാസം കൂടിയാണ്. അതാണ്, ഞങ്ങളുടെ അടുത്ത് വലിയ പണമില്ല, അധികാരമില്ല. ഇവിടെ CPM ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു 5 മാസം ചാർജ് എടുത്ത് ഈ കോടതിയിൽ ഉണ്ടായിരുന്നത്. ഞാൻ കോടതിയിൽ വരുന്ന ദിവസങ്ങളെല്ലാം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഭാസ്കരൻ ഈ കോടതിയിലാണ്. അപ്പോൾ പാർട്ടി നിയോഗിച്ചിരിക്കുകയാണ് ആർക്ക്? ഈ കൊലയാളികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ പാർട്ടി പണമൊഴുക്കിയാണ് ഈ കേസ് നടത്തിയത്. ഞങ്ങൾക്ക് അതൊന്നുമില്ലായിരുന്നു. പക്ഷേ സത്യം കോടതി തിരിച്ചറിഞ്ഞു. സത്യം ഞങ്ങളുടെ പക്ഷത്തുണ്ട് എന്നുള്ളതാണ്. അത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും, നീതി തേടുന്ന എല്ലാ മനുഷ്യർക്കും ഒരു ആശ്വാസമാണ്. അന്നത്തെ ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെയാണ് ഇന്ന് പ്രതികൾക്കപ്പെട്ട അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട പട്ടികയിലുള്ളത്. CPM നേതൃത്വത്തിന്റെ പ്രാദേശിക തലത്തിനപ്പുറത്തെ പങ്ക് വ്യക്തമാക്കുന്നതാണോ അത്? അല്ല, ഉറപ്പാണല്ലോ. കാരണം കൂടുതൽ CPM-ന്റെ ആളുകൾ ഇതിനകത്തേക്ക് വരുമ്പോൾ CPM-ന്റെ സംഘടനാ സംവിധാനം അറിയുന്ന ആളുകൾക്ക് അറിയാം, താഴെത്തട്ടിലൊരു ആലോചന നടക്കണമെങ്കിൽ മുകളിൽ നിന്നില്ലാതെ നടക്കില്ല. കുഞ്ഞനന്തൻ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് പി മോഹനോട്, ഈ പാർട്ടി ആലോചിച്ചതാണോ എന്നുള്ളത്. പാർട്ടി ആലോചിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞനന്തൻ ഈ ദൗത്യം ഏറ്റെടുത്തത്. അതൊക്കെ കോടതിയിൽ ഇവർ പ്രതികളെല്ലാം പറഞ്ഞതാണ്. പക്ഷെ തെളിയിക്കാൻ തെളിവുകളില്ല എന്നുള്ളത് കൊണ്ടാണ്. പല ഇതും പൂർണ്ണമായിട്ടും ഗൂഢാലോചന തെളിയിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ നമ്മുടെ പ്രോസിക്യൂട്ടർ അതിശക്തമായിട്ടാണ് ഈ കേസ് വാദിച്ചത്. 3 ജഡ്ജിമാർ, എൻ്റെ വക്കീൽ അഡ്വക്കേറ്റ് S. രാജീവ്, അഡ്വക്കേറ്റ് കുമാരൻകുട്ടി, അഡ്വക്കേറ്റ് സഫൽ, കഠിനമായ പരിശ്രമമായിരുന്നു. രാത്രി 9:30 വരെ കോടതി ചേർന്നിട്ടുണ്ട് ഈ കേസ് വായിക്കാൻ. 5 മാസം അപ്പീൽ കോടതി ഇങ്ങനെ ഉണ്ടാവാറേ ഇല്ല എന്നാണ്. ഒരു കേസും മാറാട് കോടതി കേസാണ് ഏറ്റവും കൂടുതൽ പോയത്. ആ കേസും 2 മാസമേ ഉള്ളായിരുന്നു. പക്ഷെ ഇത് 5 മാസമാണ് കോടതി. അങ്ങനെ തലനാരിറക്കീറി പരിശോധിച്ചു. കീഴ്ക്കോടതിയും അങ്ങനെയായിരുന്നു. വിചാരണ കോടതി 76 പേരിൽ എല്ലാ പരിശോധനയും നടത്തിയ ഏറ്റവും ക്രീമായ ആളുകളെയാണ് ശിക്ഷിച്ചത്. ആ ക്രീമായ ആളുകളെ മാത്രമേ കണ്ടു, തെളിവുള്ള ക്രീമായ ആളുകളെയാണ് ശിക്ഷിച്ചത്. അത് തന്നെയാണ് ഇവിടെയും പരിശോധന. അപ്പോൾ അവർ വിട്ടുപോയ 2 പേരെയും കൂടി അഡീഷണലായി ചേർത്തു. വലിയ വിജയമാണ്. പക്ഷേ ഈ പോരാട്ടം അവസാനിക്കുന്നില്ല. ഇനിയും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ, ഞാൻ തുടക്കത്തിലേ പറയുന്ന ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിൻ പുറത്തു വരണം. അതിനുവേണ്ടിയുള്ള പോരാട്ടം ഇനിയും തുടരും. പി മോഹൻ ഉൾപ്പെടെയുള്ള ആളുകളെ പട്ടികയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം തുടരും. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം തുടരും. ഓക്കെ, താങ്ക് യു. റിജിത്ത്, അതാണ് കൃത്യമായ വിധി, കൃത്യമായ വാദം. പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നെല്ലാം കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നു. ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരും എന്നാണ് കെ രമ വ്യക്തമാക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CPIM-ന്റെ കൂടുതൽ ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് CPIM-ന്റെ കൂടുതൽ പങ്ക് വ്യക്തമാക്കുന്നതാണ്. ഈ കൃഷ്ണകുമാറിനെയും ജ്യോതി ബാബുവിനെയും വീണ്ടും ശിക്ഷ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷാ വിധി പ്രഖ്യാപിച്ചിരിക്കുന്ന നടപടി, അവർ അന്ന് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് അവിടുത്തെ ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന CPIM-ന്റെ നേതാക്കളാണ്. അവരെ കൂടി ശിക്ഷ ലഭിക്കുന്ന ഘട്ടത്തിൽ CPIM-ന്റെ പ്രാദേശിക തലത്തിനപ്പുറത്ത് ജില്ലാ നേതൃത്വത്തിനും അതല്ലെങ്കിൽ അതിനും മുകളിലുമുള്ള ആളുകൾക്ക് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പങ്കുണ്ട് എന്നാണ് കെ രമ വ്യക്തമാക്കുന്നത്. ഒപ്പം പി മോഹനൻ ഉൾപ്പെടെയുള്ള ആളുകളെ വെറുതെ വിട്ട നടപടി, അതുമായി ബന്ധപ്പെട്ട് തുടർ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും കെ രമ പറയുന്നു. റിജിത്ത്.
ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് കനത്ത തിരിച്ചടിയുണ്ടാകുന്നു. വിചാരണ കോടതി വിധി ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. വിധി ചോദ്യം ചെയ്ത് പ്രതികൾ നൽകിയ അപ്പീൽ തള്ളിയിരിക്കുന്നു. 10 പ്രതികളുടെയും ജീവപര്യന്തം ശരിവച്ചിരിക്കുകയാണ്. ശ്രദ്ധേയമായ കാര്യം, കെ കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ട നടപടി കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി അതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരം, കെ കൃഷ്ണനും ജ്യോതി ബാബുവും 26-ന് കോടതിയിൽ ഹാജരാകണം എന്നുള്ളതാണ്. 2 പേർക്കുമുള്ള ശിക്ഷ അന്ന് വിധിക്കും. വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ കേസ്, അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, വലിയ രീതിയിലുള്ള നിയമ പോരാട്ടങ്ങൾ. ഇപ്പോൾ ആ നിയമ പോരാട്ടം വിജയം കണ്ടു എന്ന് പ്രതികരിക്കുന്നു കെ രമ MLA. ടി.പി. ചന്ദ്രശേഖരൻ്റെ ഭാര്യ കൂടിയായ കെ രമ MLA. പി മോഹൻ അടക്കമുള്ളവരെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള കെ രമയുടെ അപ്പീലും കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. പക്ഷേ പി മോഹനെ വെറുതെ വിട്ട നടപടി അത് ഹൈക്കോടതി ശരിവെക്കുകയാണ്. ഇതിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ച് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അതിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷേ നിയമപോരാട്ടം തുടരും എന്നാണ് കെ രമ പ്രതികരിക്കുന്നത്.